ചർച്ചയിൽ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസ്. റാഫയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം നിർദ്ദേശിച്ച് മണിക്കൂറുകൾക്കകമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചത്. കരാർ അംഗീകരിക്കുന്നതിനായി ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചു. അതേസമയം കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരിച്ചില്ല. 2.3 ദശലക്ഷം ജനങ്ങളാണ് 7 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഗാസയിൽ നിന്ന് പലായനം ചെയ്തത്. യുദ്ധം നിർത്തുകയും ഇസ്രയേൽ സൈന്യം പിന്മാറുകയും ചെയ്താൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഹമാസ് നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അംഗീകരിച്ചില്ല. ഏകദേശം 130-ലേറെ ബന്ദികൾ ഗാസയിലുണ്ടെന്നാണ് ഇസ്രയേൽ പുറത്തുവിടുന്ന കണക്ക്. യുദ്ധം നിർത്തിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ മാസം ആദ്യം നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു. 2 ചർച്ചകൾക്കും ഇസ്രയേൽ പ്രതിനിധികളെ അറിയിച്ചിരുന്നില്ല. ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 34,683 ആയി. 78,018 പേർക്ക് പരിക്കേറ്റു.